ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ 2 വർഷക്കാലം റിസർവ് ബാങ്കിന്റെ ഗവർണറായി, ഒത്തിരി വർഷം പല പ്രധാനമന്ത്രിമാരുടെയും ഉപജ്ഞാതാവായി പ്രവർത്തിച്ച ഒരു നല്ല വ്യക്തിത്വത്തെ നരസിംഹറാവുവാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ 5 വർഷക്കാലം ധനകാര്യമന്ത്രി ആയിരുന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യം നേരിട്ട ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ഒത്തിരിയേറെ കടബാധ്യത വന്ന് ലോക ബാങ്കിൽ നിന്ന് എടുക്കാവുന്നത്ര പണം കടമെടുത്ത് ഉള്ള സ്വർണം മുഴുവനും പണയം വെച്ച് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാകുന്നത്. 5 വർഷക്കാലം 5 ബജറ്റുകൾ അവതരിപ്പിച്ച് ലോകത്തിന് മാതൃകയായി. ആ കാലഘട്ടത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ കാണുക. 2004 മുതൽ 2014 വരെ 10 വർഷക്കാലം ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 2008 ഈ ലോകം മുഴുവൻ മാന്ദ്യത്തിലായിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തിൽ ഉലഞ്ഞ സമ്പന്ന രാജ്യമായ അമേരിക്ക പോലും അവരുടെ ബാങ്കുകൾ അടച്ചുപൂട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ വൈഭവവും ദീർഘവീക്ഷണവും കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തെ ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിലുള്ള മികവ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ആ കഴിവിനെ ലോകരാഷ്ട്ര നേതാക്കൾ ഒത്തിരിയേറെ അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ വലിപ്പം അറിയുക. അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കൂടെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. താൻ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, അത് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന സുതാര്യതയോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം നാം എടുത്തു പറയേണ്ടതാണ്. വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെയല്ല, വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്തെല്ലാം പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നുവോ അതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട മാധ്യമ സ്വാതന്ത്ര്യം നൽകിയ ഒരു ജനകീയനായ നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ്. അതുപോലെ പ്രതിപക്ഷ ബഹുമാനം, പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ അംഗങ്ങളെയും കേൾക്കുവാനുള്ള ഒരു മര്യാദയുള്ള ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് കേൾക്കുക മാത്രമല്ല, അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും പോരായ്മകളെ സമചിത്തതയോടുകൂടി ഉപദേശ രൂപേണത്തിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. 10 വർഷത്തെ കാലഘട്ടത്തിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കുറിച്ച് KP അയ്യപ്പൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കർഷകരെയും കർഷക തൊഴിലാളികളെയും അധ്വാനവർഗത്തെയും പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ കൂടെ ചേർത്ത് പിടിച്ച ഒരു ജനകീയ നേതാവ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഒട്ടനവധി കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരെ കൈപിടിച്ച് ഉണർത്തുവാൻ വേണ്ടി മൻമോഹൻ സിംഗ്, അതായത് അവരുടെ കടങ്ങൾ, ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് 72,000 കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതി തള്ളാനുള്ള സന്മനസ് കാണിച്ച ജനകീയ നേതാവ്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ചായച്ചേട്ടത്ത്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ കാർഷിക രംഗത്ത്, അങ്ങനെ സർവത്ര മേഖലയിൽ, ആരോഗ്യ രംഗത്ത് ഒട്ടനവധി വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച നേതാവ്. ഇന്ന് നമ്മൾ ആധാറിൻ്റെ സുഖം അനുഭവിക്കുന്നവരാണ്. അത് നടപ്പിലാക്കിയതും മൻമോഹൻ സിംഗാണ്. ഇന്ന് അതിൽ മറ്റുള്ളവരൊക്കെ അഭിമാനം കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര ദീർഘമായ വീക്ഷണത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതികൾ, വിവരാവകാശ നിയമം, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതൊരു വ്യക്തിക്കും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം നേരിട്ടറിയുവാനായിട്ടുള്ള അവകാശം ജനങ്ങൾക്കാണെന്ന് ബോധ്യപ്പെടുത്തിയ ജനകീയനായ ഒരു നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. വിദ്യാഭ്യാസപരമായി തളർന്നു കിടക്കുന്ന ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം, വിദ്യാഭ്യാസം ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്
വിദ്യാഭ്യാസത്തിന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത ജനകീയ നേതാവ്. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുള്ളത് ഉണ്ട് എങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മൻമോഹൻ സിംഗിനെ ലോകം മുഴുവൻ ആരാധിക്കുന്നു, ലോകം മുഴുവൻ നല്ല വീക്ഷണത്തോടുകൂടി കാണുന്നുവെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നമുക്ക് അതിൽ അഭിമാനം കൊള്ളാം. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിൻ്റെ നഷ്ടമാണ്, ഈ നാടിൻ്റെ അതോടൊപ്പം കോൺഗ്രസിൻ്റെ വലിയൊരു നഷ്ടമാണ്. ഒത്തിരിയേറെ സന്ദർഭങ്ങളിൽ നമ്മൾ ആരും മറന്നിട്ടില്ല. രാജ്യസഭയിൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അതായത് ഈ നാടിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ബില്ല് വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കുവാൻ രാജ്യസഭയിലേക്ക് എത്തിയ ഒരു ജനകീയ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒത്തിരി ദുഃഖത്തോടുകൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.